കിഴക്കൻ മലയോരത്ത് ഇന്നലെ ഉച്ച മുതൽ പെയ്ത മഴയിലുണ്ടല്ലോ കൂടരഞ്ഞിയിലെ പാലത്തിൽ വെള്ളം കയറി. കുളിരാമുട്ടി അങ്ങാടിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ചെക്യാട് കോയമ്പ്രം പാലം പരിസരത്ത് ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. തുണ്ടിയിൽ ശ്രീധരൻ, ശാന്ത എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം. 2 വീടുകളുടെയും ഇലക്ട്രിക് വയറിങ്ങുകൾ കത്തിനശിച്ചു. ഷെവിനെ ഇവിടെ കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്ത് ഫ്രണ്ടിൽ വാതി അതിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം വരുന്നത്. പെരക്കകത്ത് ഞാനുള്ളത് കൊണ്ട് കയറിയില്ല. ഇതിലേക്ക് കൊടുക്കുന്നത് ബേക്കോശം ആ സൈഡൊക്കെ തുറന്നു വിട്ടു. ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. റോസ് അതേപോലെ വെള്ളം വന്ന് ചാടുന്നുണ്ട് കണ്ടോ. വിവരങ്ങളുമായി അഖില, ഗുഡ് മോർണിംഗ്. മഴയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയുണ്ട്? ശക്തമായ മഴയാണ് ലഭ്യമാകുന്നത് രാവിലെ എന്ന് അഖില നേരത്തെ പറഞ്ഞിരുന്നു. ഒപ്പം ഇടിമിന്നലിൽ വീട് തകർന്നൊരു വാർത്ത കൂടി ലഭ്യമാണല്ലോ. അതിൻ്റെയും വിശദാംശങ്ങൾ എന്താണ് അഖില? മോത്തി, ഇപ്പോഴും കോഴിക്കോട് നഗരത്തിലും മലയോര പ്രദേശത്തുമായി മഴ തുടരുകയാണ്. ഇപ്പോൾ കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷൻ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. അതായത് ഓടകളിലൊന്നും കൃത്യമായി വെള്ളം പോകാതെ റോഡുകളിലേക്കും സമീപത്തുള്ള കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം ഈ ലക്ഷങ്ങൾ ചെലവാക്കി വൃത്തിയാക്കിയിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഫലവും കാണുന്നില്ല. ഇപ്പോഴും റോഡുകളിൽ വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ്. മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ് മലയോര മേഖലയിൽ. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഏകദേശം 7 മണിയോടുകൂടിയാണ് മഴ ശക്തമാകുന്നത്. വെറും 2 മണിക്കൂറിൽ പെയ്ത മഴയിലാണ് ഇപ്പോൾ നഗരം വെള്ളത്തിനടിയിലായിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് ഞാനിപ്പോൾ ഉള്ളത് സ്റ്റേഡിയം ജംഗ്ഷനിലാണ്. ഈ പറയുന്നത് പോലെ ബസ് സ്റ്റാൻഡിലും മാനാഞ്ചിറയിലും എല്ലാം വെള്ളം കെട്ടിനിന്ന് വണ്ടികൾക്ക് പോകാൻ, അല്ലെങ്കിൽ വണ്ടികൾക്ക് പോകാൻ വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ചെക്യാട് ഇന്ന് ഇടിമിന്നലിൽ 2 വീടുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ പറയുന്നത് പോലെ വീടും കിണറിന്റെ ഭാഗത്തുള്ള വീടിന്റെ ടൈൽ ഉൾപ്പെടെയുള്ളവ പൊട്ടി നശിച്ചിരിക്കുന്നു. ആളപായമില്ല, എങ്കിലും ഇത്തരത്തിൽ ഇടിമിന്നലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്നലെ മുക്കം ഭാഗത്ത് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ റെഗുലേറ്ററിലെ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും മലയോര മേഖലയിലും ശക്തമായ ഇത്തരത്തിലൊരു ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. കൊയിലാണ്ടി ഭാഗത്തും ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റി ഗതാഗതം സുഗമമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കോഴിക്കോട് നഗരത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും ആശങ്കയുള്ളത്. ഒരു 2 മണിക്കൂർ പെയ്ത മഴയിലാണ് ഇപ്പോൾ നഗരം മുഴുവൻ. അതിശക്തമായ മഴയുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പറയുന്നത് പോലെ നഗരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ആളുകൾക്കും വണ്ടികൾക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്കും എല്ലാം പോകാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രധാനമായും പരിസരത്തുള്ള കടകളിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ചെസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. അതായത് ഹോസ്പിറ്റലിലേക്ക് ഒരു മണിക്കൂറിലധികം കൂടി മഴ കിട്ടിയാൽ ഒരുപക്ഷെ ആശുപത്രിയിലേക്കും വെള്ളം കയറുന്ന ഒരു സന്ദർഭം കയറുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളും ഈ പറയുന്ന കടകളിലുള്ള എല്ലാവരും വലിയ ആശങ്കയിലാണ്. ചേട്ടാ, ഈ കടകളിലേക്ക് വെള്ളം കയറാറുണ്ടോ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ? ഇല്ല, കടയിലേക്ക് വെള്ളം കയറില്ല. വരാന്തയിൽ നിൽക്കും. വരാന്തയിൽ മാത്രമേ വെള്ളം നിൽക്കലുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 2 മണിക്കൂർ പെയ്ത മഴയിലായപ്പോഴത്തേക്കും ഇത്ര വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം? ഇത് പുതിയാറപ്പുഴ നിറഞ്ഞ് പിന്നെ ഇനി അങ്ങോട്ട് പോകാനോ വെള്ളം ഒന്നിക്കൽ കടലിലേക്ക് പോകണോ അല്ലെങ്കിൽ പുതിയാറപ്പുഴയിലേക്ക് പോകണം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു സംവിധാനം ക്ലിയറെങ്കിലും ഇവിടുത്തെ ശാശ്വത പരിഹാര മാർഗം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് കാലങ്ങളായിട്ട് ഉണ്ടാവുന്നതല്ല. അതായത് ഇപ്പോൾ വെറും 2 മണിക്കൂറേ മഴ പെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാവരും ഓവ് കംപ്ലീറ്റ് മറ്റേ കുപ്പികളെ കൊണ്ട് വേസ്റ്റിനെ കൊണ്ട് നിറഞ്ഞെടുക്കുകയാണല്ലോ. അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർലോക്കാണല്ലോ, പെട്ടെന്ന് എടുക്കാൻ പറ്റൂല്ലോ. അതൊക്കെ എടുത്തു കഴിഞ്ഞ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേയൊക്കെ എന്നാലും ശാശ്വത പരിഹാര മാർഗം എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാവും. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്.